പിന്നോക്ക വിഭാഗങ്ങളിലെ ഭവനരഹിതരോടുള്ള സർക്കാർ അവഗണനയ്ക്ക് കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു. സംസ്ഥാനത്ത് സ്വന്തം കിടപ്പാടമില്ലാതെ 1.36 ലക്ഷം പട്ടികജാതി വിഭാഗക്കാരുണ്ട്. 73,687 പട്ടികജാതി കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി പോലുമില്ല. ജനം ഫോളോ അപ്പ്. നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയ വാർത്തയുടെ ഒരു ഫോളോ അപ്പാണിത്. ഈ സംസ്ഥാനത്ത് ഭവനരഹിതരായ നിരവധി പട്ടികജാതി വിഭാഗത്തിൽ നിരവധി ആളുകൾ സംസ്ഥാനത്തുണ്ട്. 73,687 പേർക്ക് സ്വന്തമായി ഭൂമി പോലും ഇല്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നു എന്ന് പറയുമ്പോഴും സംസ്ഥാനത്ത് ഇത്രയധികം ആളുകൾ, സ്വന്തമായി കിടപ്പാടം പോലും ഇല്ലാത്ത ആളുകൾ ഇത്രയധികമുണ്ട് എന്നുള്ള കണക്കുകൾ പുറത്തു വരികയല്ലേ ചെയ്യുന്നത് രശ്മി? അതെ വിനോദ്, സാധാരണക്കാർക്ക് വേണ്ടിയാണ് സർക്കാർ നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് പറയുമ്പോൾ ഈ പട്ടികജാതി വിഭാഗം അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗക്കാരിൽ ഭൂരഹിതരായിട്ടുള്ളവരും വീടുകളില്ലാത്തവരുടെയും കണക്കുകൾ അത് വളരെ ഞെട്ടിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാലം സർക്കാർ ഇത് സർക്കാർ തന്നെ നിയമസഭയിൽ തന്ന കണക്കാണ്. എത്രത്തോളം വീടുകൾ വെച്ചു നൽകി, ഭൂമി ഇല്ലാത്തവർ എത്രത്തോളം ആണ് എന്നുള്ളത് സർക്കാരിന്റെ തന്നെ കണക്കാണ്. 1.36 ലക്ഷം പട്ടികജാതിക്കാർക്ക്, പിന്നോക്ക വിഭാഗക്കാർക്കാണ് സ്വന്തമായി കിടപ്പാടമില്ലാത്തത്. 73,687 പട്ടികജാതി കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി പോലും ഇല്ലാത്ത ആളുകളുണ്ട്. ഇതിൽ നിയമസഭയിലുള്ള ചോദ്യത്തിനായിരുന്നു മന്ത്രിയുടെ ഒരു മറുപടി കിട്ടിയത്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ്. അതോടൊപ്പം തന്നെ ഈ ജില്ലകളിൽ 18,450 കുടുംബങ്ങൾക്കും 17,672 കുടുംബങ്ങൾക്കും സ്വന്തമായി വീടില്ലാത്തവരുണ്ട്. ഈ ലൈഫ് പദ്ധതിയിലൂടെ തന്നെ വീട് വെച്ച് നൽകും എന്നുള്ള ഉറപ്പത് ലൈഫ് പദ്ധതിയൊക്കെ തന്നെ ഇടത് സർക്കാരിന്റെ വളരെ അഭിമാന പദ്ധതിയായിട്ടൊക്കെ സർക്കാർ ഉയർത്തിക്കാട്ടിയിരുന്നു. പക്ഷേ ഇതിൽ വഴി പോലും വളരെ കുറച്ച് വീടുകൾ മാത്രമാണ്. ഇതിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് ലഭിച്ചത് 1,16,610 വീടുകൾ മാത്രമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനിയും നിരവധി കുടുംബങ്ങൾക്കാണ് ഇത്തരത്തിൽ വീടോ ഭൂമിയോ ഒന്നുമില്ലാതെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ഈ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ വെറും പ്രഖ്യാപനങ്ങളായി മാത്രം ഒതുങ്ങുന്നു. വളരെ കുറച്ച് വീടുകൾ മാത്രം നൽകുകയും അതിനുശേഷം അത് വലിയൊരു അഭിമാന പദ്ധതിയായി അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈഫ് പദ്ധതിയിൽ പോലും ഈ വീടുകൾക്ക് വേണ്ടി ഒട്ടനവധി പേർ ഇപ്പോഴും കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്നും ഇതിന്റെ ബേസ്മെന്റ് ഒക്കെ കെട്ടിയതിനു ശേഷം ബാക്കി തുകയ്ക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് കാലങ്ങളായി കാത്തിരിക്കുകയും അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഏതായാലും നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് തന്നെയാണ് ഇത്തരത്തിൽ സർക്കാർ ഈ മറുപടി പറഞ്ഞിരിക്കുന്നത്. ഈ കണക്കുകൾ വളരെ വലിയ കണക്കുകൾ തന്നെയാണ്. നിരവധി ആളുകളാണ് ഈ വീടും ഭൂമിയും ഒന്നുമില്ലാതെ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നത്. വിനോദ്, അതെ, സ്വന്തമായി വീടില്ലാതെയും സ്വന്തമായി ഭൂമിയില്ലാതെയും നിരവധി ആളുകൾ ഈ സംസ്ഥാനത്തുണ്ട്. ലൈഫ് അടക്കമുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോഴാണ് ഈ കണക്കുകൾ പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.